നമുക്ക് ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ വളരെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി പോർട്ട്ഫോളിയോയിൽ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാകാം, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ കുറെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ടാറ്റ സ്മോൾ ക്യാപ്പിന്റെ പെർഫോമൻസ് കുറച്ച് മോശമായതുകൊണ്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയ ആൾക്കാരുണ്ട്. 2025 ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ ടാറ്റ സ്മോൾ ക്യാപ്പ് മാത്രം എനിക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് തരുന്നത് എന്നുള്ള ഒരു ടെൻഷനുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി എന്താണ് ടാറ്റ സ്മോൾ ക്യാപ്പ്, എങ്ങനെയാണ് ടാറ്റ സ്മോൾ ക്യാപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും NRIസിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും NRIയുടെ ബഡ്ജറ്റ്, അങ്ങനെ മുഴുവനെ ഒരു പ്രവാസിക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ചാനലിലൂടെ സംസാരിക്കാറുള്ളത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് മുഴുവനായി വീഡിയോയിലേക്ക് കടക്കാം. ടാറ്റയുടെ സ്മോൾ ക്യാപ്പ് എന്താണെന്ന് പഠിക്കാൻ മുമ്പ് തന്നെ നമ്മൾ എന്താണ് സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളൊക്കെ പലരും സ്വാഭാവികമായിട്ടും പറയുന്നത് ടാറ്റയുടെ ഫണ്ട് പെർഫോം ചെയ്യുന്നില്ല, എന്നാൽ ICICIയുടെ ഫണ്ട് നല്ലതായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിപ്പോണിന്റെ ഫണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ DSPയുടെ ഫണ്ട് അതിമനോഹരമായി പെർഫോം ചെയ്യുന്നു എന്നുള്ള ഇങ്ങനെയാണ് ആളുകൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ ICICIയുടെ ഫണ്ട് എന്താവും, മൾട്ടി ക്യാപ്പ് ആകും, നിപ്പോണിന്റെ ലാർജ് ക്യാപ്പ് ആകും, DSPയുടെ ഫ്ലെക്സി ക്യാപ്പ് ആകും. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ടും ഏത് കാറ്റഗറിയിലുള്ളതാണ്, മറ്റു ഫണ്ട് ഏത് കാറ്റഗറിയിലുള്ളതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ടാറ്റയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ടിനാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടൊരു പ്രശ്നമുള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ ടാറ്റയുടെ സ്മോൾ ക്യാപ്പ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ സ്മോൾ ക്യാപ്പ് എന്താണ് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പൊ എന്താണ് സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് ആദ്യം പഠിക്കാം. സ്മോൾ ക്യാപ്പിന്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്. സ്മോൾ ക്യാപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ദാറ്റ് ഇൻവെസ്റ്റ് പ്രൈമർലി 65% ഓർ മോർ ഇൻ ദി സ്മോളസ്റ്റ് കമ്പനീസ് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടിന്റെ ഡെഫിനിഷൻ. അപ്പോൾ എന്താണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്? അത് നിങ്ങൾക്ക് കുറച്ച് ബേസിക് നോളജ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അതിനു മുമ്പ് ലാർജ് ക്യാപ്പ് എന്താണെന്നും മിഡ് ക്യാപ്പ് എന്താണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കുറേയധികം സ്റ്റോക്ക് ലിസ്റ്റപ്പെട്ടുള്ള കമ്പനീസ് ഉണ്ട് അല്ലേ, ലൈക്ക് ടൈറ്റാൻ, MRF, V-Guard, അല്ലെങ്കിൽ ടാറ്റ സ്റ്റീൽ, ടാറ്റ ഓട്ടോമൊബൈൽസ്, മഹീന്ദ്ര, ഇൻഫോസിസ്, ഇങ്ങനെയുള്ള കമ്പനി ഉണ്ടാവും. ഇതാണ് ലിസ്റ്റഡ് കമ്പനീസ്. ഇതിങ്ങനെ ഏകദേശം 5000 മുകളിൽ 5000 സ്റ്റോക്ക് റിലേറ്റഡ് കമ്പനീസ് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും പോയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനാണ് ഓരോരോ കാറ്റഗറീസ് നമ്മൾ അതിനുവേണ്ടി തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ 100 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ലാർജസ്റ്റ് 100 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളെ ലാർജ് ക്യാപ് ഫണ്ട് എന്നാണ് നമ്മൾ വിളിക്കുക. അതിനുശേഷം 101 മുതൽ 250 വരെയുള്ള സെക്ടറുകളെ നമുക്ക് മിഡ് ക്യാപ് എന്ന് വിളിക്കാം. അതിനുശേഷം 250 മുതൽ അങ്ങോട്ട് എത്ര കമ്പനി ഉണ്ടോ അതിനെ എല്ലാവരെയും നമ്മൾ വിളിക്കുന്നത് സ്മോൾ ക്യാപ് ഫണ്ട് എന്നാണ്. 250+ എന്ന് പറയുമ്പോൾ ഏകദേശം എബോവ് 4000ഓളം സ്റ്റോക്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ഓരോ കമ്പനിക്കും ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും. അവർ കൃത്യമായിട്ട് അത് പിക്ക് ചെയ്യും. ഓരോ സ്റ്റോക്കിന്റെയും പെർഫോമൻസ് അനുസരിച്ച് പിക്ക് ചെയ്യും. അത് ഓരോ കമ്പനിയും ഡിപ്പെൻഡ്സ് ആണ്. ഇപ്പൊ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ സ്റ്റോക്സ് ഏകദേശം ബിറ്റ്വീൻ 60 to 70 സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ പെർഫോമൻസിലേക്ക് പോകാം. അപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്. ടാറ്റയുടെ ഇന്നത്തെ NAV പ്രൈസ് ടാറ്റ സ്മോൾ ക്യാപ്പിന്റെ 36.37 ആണ്. NAV ആക്ച്വലി മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് അത്ര വലിയ കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ അസറ്റ് അലോക്കേഷൻ എങ്ങനെയാണ്? അസറ്റ് അലോക്കേഷൻ നോക്കുമ്പോൾ 90% ഇക്വിറ്റിയിലാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 0.09% റിയൽ എസ്റ്റേറ്റിലുണ്ട്. 9.15% ക്യാഷ് ആയിട്ടും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റീസൺ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾക്കും വേണ്ടിയാണ് ക്യാഷ് എപ്പോഴും അലോക്കേറ്റ് ചെയ്യാറുള്ളത്. അത് തന്നെ ഇതൊക്കെ സെക്ടറിലെന്ന് നോക്കുമ്പോൾ ലാർജ് ക്യാപ് സെക്ടറിൽ 4.76% ഉണ്ട്, ക്യാപ്പിൽ 31% ഉണ്ട്, സ്മോൾ ക്യാപ്പിൽ 63.73%. വലിയ ഒരു റിസ്ക് എടുക്കാത്ത വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല ടാറ്റ പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഏതൊക്കെ സെക്ടറിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. മെറ്റീരിയൽസിൽ 23% ഉണ്ട്, ഇൻഡസ്ട്രീസിൽ 21%, കൺസ്യൂമറിൽ 17%, ടെക്നോളജി 6%, ഫിനാൻഷ്യൽ 6%, ഹെൽത്ത് കെയറിൽ 5%. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനീസ് സ്റ്റോക്സ് നോക്കുമ്പോൾ ടിഗ ഇൻഡസ്ട്രീസ്, IDFC ഫസ്റ്റ് ബാങ്ക്, സുദർശൻ കെമിക്കൽ, ഉഷ മാർട്ടിൻ, കിർലോസ്കർ ന്യൂമാറ്റിക്, ഗോദ്രേജ്, BASF ഇന്ത്യ, ഇങ്ങനെയുള്ള കമ്പനീസിലാണ് ആദ്യത്തെ ഒരു 5 to 7 സ്റ്റോക്സ് ഉള്ളത്. അങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 63 സ്റ്റോക്സിലാണ് ടാറ്റ
സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ് അല്ലേ? നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്, ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ ആരാണ് തീരുമാനം എടുക്കുന്നത്? തീർച്ചയായിട്ടും ഫണ്ട് മാനേജറാണ് തീരുമാനം എടുക്കുക. ഓരോ കമ്പനിക്കും ഓരോ സ്പെസിഫൈഡ് ഫണ്ടുകൾക്കും ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും. ചില കമ്പനികൾക്ക് 1, 2 അല്ലെങ്കിൽ ചിലർക്ക് 3, 4 വരെയൊക്കെ ഫണ്ട് മാനേജർ ഉണ്ടാവും. അപ്പോൾ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിന് 2 ഫണ്ട് മാനേജേഴ്സ് ആണുള്ളത്. ഒന്ന് ചന്ദ്രപ്രകാശ് പടിയാർ എന്ന ആളും 2 ജിതേന്ദ്ര കാത്രി എന്ന 2 പേരാണ് ഇതിന്റെ ഫണ്ട് മാനേജേഴ്സ്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ചന്ദ്രപ്രകാശ് പടിയാർ എന്ന വ്യക്തി ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് തുടങ്ങിയ കാലം മുതൽ, ലോഞ്ച് ഡേറ്റ് November 13 ആണ്, അന്ന് മുതൽ ഇന്ന് വരെ ടാറ്റയുടെ സ്മോൾ ക്യാപ് ഫണ്ട് മാനേജർ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതിന് നല്ലൊരു സൂചനയാണ്. കാരണം പലപ്പോഴും ഫണ്ട് മാനേജേഴ്സ് വന്നും പോയി നിൽക്കുന്ന ഫണ്ടാണെങ്കിൽ അത് വളരെ വളരെ നെഗറ്റീവിലേക്ക് അത് പലപ്പോഴും പോകാറുണ്ട്. ഫണ്ട് മാനേജർ കഴിവില്ലായ്മ കാരണം പുതിയ ഫണ്ട് മാനേജർ സെലക്ട് ചെയ്യുന്നു, പിന്നെ അദ്ദേഹം കുറെ പരീക്ഷിക്കുന്നു, പിന്നെ അടുത്ത ആളെ എടുക്കുന്നു, അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇതിൽ അതൊരു നല്ല സൂചനയാണ്. അതുപോലെ തന്നെ ഈ കാദ്രി എന്ന വ്യക്തിയും 2023 2023 അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫണ്ട് മാനേജറുടെ സൈഡും വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി ബേസിക്കലി 2 തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകാറുള്ള പ്രധാനമായിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഒന്ന് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടാവും. പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്ത് അതിൽ ഇത്ര പെർസെൻറ്റേജ് സ്മോൾ ക്യാപ്, ഇത്ര പെർസെൻറ്റേജ് മൾട്ടി ക്യാപ്, ഫ്ലെക്സി ക്യാപ്, അങ്ങനെ നമ്മുടെ ഒരു ഗോളൊക്കെ അനുസരിച്ച് ഡിസൈൻ ചെയ്ത് പോകുന്ന ആളുകളുണ്ടാവും. അതാണ് ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ്. ഫണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് നോക്കി യാതൊരു പഠനങ്ങളും ഇല്ലാതെ, യാതൊരു അറിവും ഇല്ലാതെ, ഫണ്ടിനെ പറ്റി പഠിക്കാതെ സ്റ്റോക്ക് ചെയ്യുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റിട്ടേൺ ആണ്. നമ്മൾ പല കാര്യങ്ങളും നോക്കുന്നതിന്റെ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിട്ടേൺ. റിട്ടേണിൽ പലരും ചെക്ക് ചെയ്യുന്നത് ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് അല്ലെങ്കിൽ CAGR ആണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പല തരത്തിലുള്ള റിട്ടേൺ കാണിക്കുമെങ്കിലും നമുക്ക് റോളിംഗ് റിട്ടേൺസ് ആണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ കാണേണ്ട ഒരു കാര്യം. റോളിംഗ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയം മുതലാണോ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി അന്ന് മുതൽ നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ എൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള റിട്ടേണിന് നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ റോളിംഗ് റിട്ടേൺ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ 2021 ജനുവരി 9 മുതലുള്ള റോളിംഗ് റിട്ടേൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് സ്മോൾ ക്യാപ് സെക്ടറിന്റെ ആവറേജുമാണ്. നമുക്ക് നോക്കാം. 2021 മുതൽ ഒരു ജനുവരി 19 വരെയുള്ള ഒരു 3 വർഷത്തെ റിട്ടേൺ ആണ് ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കാണാൻ പറ്റും ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് 34.79 ആണ് ഒരു 3 വർഷത്തിനിടയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഇയറിലാണ് കമ്പാരിസൺ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവറേജിങ് സ്മോൾ ക്യാപ്പിന്റെ ഇക്വിറ്റി സെക്ടറിൽ ആവറേജ് നോക്കുമ്പോൾ 30% കൊടുത്തു. ഫണ്ട് എബോവ് പെർഫോം ചെയ്തൊരു കാലമായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഈ ഡേറ്റ് ഒന്ന് കുറച്ച് ചേഞ്ച് ചെയ്യാം. നമുക്കൊരു 2025 വരെയുള്ള നോക്കാം, 22 to 25 നോക്കാം. അപ്പോൾ ഫെബ്രുവരി 24 2022 മുതൽ ഫെബ്രുവരി 24 2025 വരെ കൊടുത്തിട്ടുള്ള റിട്ടേൺ നോക്കുമ്പോൾ ടാറ്റ സ്മോൾ ക്യാപ്പ് 20%, ഇക്വിറ്റി ആവറേജിങ് സ്മോൾ ക്യാപ്പിന്റെ 16% ആണ്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ വ്യക്തമായ രീതിയിലാണ് ടാറ്റ മുന്നേറി ഏകദേശം വർഷങ്ങളായിട്ട്. പിന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ പിടിച്ചു കുലുക്കിയ കഴിഞ്ഞ കുറേ കാലത്തെ ഒരു 5-6 വർഷത്തെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഒന്ന് COVID-19 ഫസ്റ്റ് വേവ് ആയിരുന്നു. അതിനുശേഷം റഷ്യ-യുക്രൈൻ വാർ, പിന്നീടുണ്ടായത് FIIസിന്റെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് നടന്ന സമയത്തുമൊക്കെയാണ്. ഈ ഒരു 3 ടൈമിലാണ് ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ചത്. ഇപ്പോൾ COVID-19 ഫസ്റ്റ് വേവ് ഉള്ള സമയത്ത് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഇടിഞ്ഞിട്ടുണ്ടാവും എന്ന് മാർക്കറ്റിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഇന്ന് ഒരു ആവറേജിങ്, അതായത് നിഫ്റ്റി 250 നിഫ്റ്റി സ്മോൾ ക്യാപ്പിന്റെ ഒക്കെ ഒരു ഇടിവെന്ന് പറഞ്ഞത് -42% പക്ഷെ അപ്പോഴും ടാറ്റ സ്മോൾ ക്യാപ്പ് നെഗറ്റീവ് റിട്ടേൺ തന്നത് -33 മാത്രമാണ്. അതുപോലെ റഷ്യൻ-യുക്രൈൻ വാർ വന്നപ്പോഴും നിഫ്റ്റി 250 സ്മോൾ ക്യാപ്പ് ഇടിഞ്ഞത് -22 ആയിരുന്നെങ്കിൽ ടാറ്റ സ്മോൾ ക്യാപ്പ് നെഗറ്റീവ് റിട്ടേൺ തന്നത് -15 ആണ് പെർഫോം ചെയ്ത ആവറേജിങ്ങിനൊപ്പം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടാറ്റയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തുകയാണെങ്കിൽ ടാറ്റയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ടിന്റെ പെർഫോമൻസ് കഴിഞ്ഞ 2018 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഹൈ അഗ്രസീവ് ഫണ്ടായിട്ട് ടാറ്റ സ്മോൾ ക്യാപ്പിനെ ഫണ്ടിനെ നമുക്ക് നോക്കാൻ പറ്റില്ല. സ്മോൾ ക്യാപ്പ് സെക്ടറിൽ വളരെ നന്നായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു
ആയിരുന്നു ടാറ്റ സ്മോൾ ക്യാപ്പ്. കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അനുസരിച്ച് ഒരു 2018 മുതൽ 2024 ലാസ്റ്റ് വരെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്. കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായിട്ട് മാത്രമാണ് ടാറ്റയുടെ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ പെർഫോമൻസിൽ മോശം വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ചെറിയ സമയം, പ്രത്യേകിച്ച് സ്മോൾ ക്യാപ് ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ പെർഫോം ചെയ്യാൻ ഒരു 3-4 വർഷമൊക്കെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഒരു സ്മോൾ ക്യാപ് ഫണ്ടിന്. അങ്ങനെയുള്ള ഒരു സെക്ടറിൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ തന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് കമ്പാരിറ്റീവ്ലി കാറ്റഗറി ഫണ്ടുമായിട്ട് ആവറേജിങ്ങിൽ കുറച്ച് മോശം പെർഫോം ചെയ്തതുകൊണ്ടോ നമുക്കൊരു ഫണ്ടിനെ മോശം എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം സ്റ്റേബിൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫണ്ടായിരുന്നു ടാറ്റയുടെ സ്മോൾ ക്യാപ് ഫണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നേരത്തെ പറഞ്ഞു 16% ആണ്. ഒരുപാട് കൂടുതലാകുമ്പോൾ കുറച്ചുകൂടി റിസ്ക് ആണ്. മാർക്കറ്റ് ഇടിയുമ്പോൾ അതിനേക്കാട്ടിൽ കൂടുതൽ ഇടിയുന്നു എന്നുള്ള സൂചനയാണ്. അപ്പോൾ അത്രയൊന്നും ഇല്ലാത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ ഒരു 16% നിൽക്കുന്ന ഒരു ഫണ്ടാണ്. ബീറ്റ 0.8% ആണ്. അത് വളരെ നല്ലൊരു സൂചികയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ ഈ ടാറ്റ സ്മോൾ ക്യാപ്പിലുണ്ട്. നമ്മളത് മുമ്പേ കണ്ടാണ്. പല സെക്ടറുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കമ്പനികളില്ല. ഉള്ള കമ്പനികളിലൊക്കെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പെർസെൻറ്റേജ് കൂടുതലുമില്ല. 4% ആണ് മാക്സിമം അലോക്കേറ്റ് ഒരു കമ്പനിയിലേക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള പല പോസിറ്റീവ് ഘടകങ്ങളും ടാറ്റ സ്മോൾ ക്യാപ്പിലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്തെങ്കിലുമൊക്കെ അവരുടെ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ടാറ്റയുടെ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ഗ്രോത്ത് വളരെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത പലർക്കും ഉണ്ട്. ഇനിയും ഈ ടാറ്റ സ്മോൾ ക്യാപ് മാറ്റി മറ്റേതിൽ സ്മോൾ ക്യാപ്പിന്റെ പോർട്ട്ഫോളിയോ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പേ വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്മോൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഹൈലി റിസ്കി ആയിട്ടുള്ള, എന്നാൽ മാർക്കറ്റ് കയറുമ്പോൾ അതേപോലെ വർക്ക്ഔട്ട് ആവുന്ന ഒരു ഫണ്ട് സെക്ടറാണ്. അപ്പോൾ അതിലെ നല്ലൊരു ബാറ്റ്സ്മാൻ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു കൺസിസ്റ്റന്റ് പ്ലെയർ ആയിട്ട് നിൽക്കുന്ന ആളാണ് ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് പെർഫോമൻസ് കുറച്ച് മോശമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളെ തള്ളി പറഞ്ഞിട്ട് ഇത്രയും നാളും പെർഫോം ചെയ്യാത്ത കുറച്ച് നാളായിട്ട് മാത്രം പെർഫോം ചെയ്യുന്ന ഒരാളെ എടുത്ത് നമ്മൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രിക്കറ്റ് ടീമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും നാളും നന്നായിട്ട് കളിച്ച ഒരാൾ കുറച്ചൊരു വീക്കിലോ അല്ലെങ്കിൽ ഒരു മന്തിലോ പെർഫോം ചെയ്തില്ലെന്ന് കുറച്ച് ഇത്രയും നാളും കളിക്കാതിരുന്ന പുറത്തിരുന്ന ഒരാൾ ഇന്നൊരു സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇനിയും ഇദ്ദേഹത്തിനെ നമ്മൾ ടീമിൽ എടുക്കാം, അദ്ദേഹത്തിനെ ഒഴിവാക്കിയേക്കാം എന്ന് വിചാരിക്കുന്ന പോലെ തന്നെ വലിയൊരു ഡിസിഷൻ ആയിരിക്കും നമ്മൾ അങ്ങനെ എടുത്താൽ. അതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ക്യാപ് ഫണ്ടിലെ ഒരു കാറ്റഗറിയിലെ ഒരു ഫണ്ടിനെ നമുക്ക് അതിനെ വാച്ച് ചെയ്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 3 ഇയർ എങ്കിലും കുറഞ്ഞ വേണം. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ടാറ്റ നമ്മുടെ പോർട്ട്ഫോളിയോ നിലനിർത്തണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ ഇതുവരെ ടാറ്റയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ടാറ്റയുടെ കൺസിസ്റ്റൻസി എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ടാറ്റ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കമന്റായി രേഖപ്പെടുത്താം. നിങ്ങളുടെ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താം. ഇനിയും തുടർന്നും ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ഈ ചാനൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ മാസവും നമ്മളൊരു ഫിനാൻഷ്യൽ ക്ലാസ്സുകൾ നടത്താറുണ്ട്. പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിന്റെ മാസ്റ്റർ ക്ലാസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ബേസിക് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനെ പറ്റി ആയിരിക്കും. അങ്ങനെ പല ക്ലാസ്സുകളും മാസത്തിൽ എല്ലാ മാസവും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതിനും താല്പര്യമുള്ളവർക്കും താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കാൻ ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പ്രത്യേക ചാർജസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെയും ഒന്ന് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോയുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.